ഒമാനിലെ ദുഃഖം തുറമുഖത്ത് വീണ്ടും ഡ്രോൺ ആക്രമണം. എണ്ണ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ ഒമാൻ അപലപിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, ആദ്യമുണ്ടായതിനെ പോലെ തന്നെയാണോ അതോ അതിന് കുറച്ചുകൂടി തീവ്രമായ ഡ്രോൺ ആക്രമണമാണ് ഇക്കുറി ഉണ്ടായത്? റഹീസ്, അശ്മി, നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം ഉണ്ടായത് അത്ര തീവ്രതയില്ലാത്ത ആക്രമണമാണ് ഉണ്ടായതെന്നാണ് ഈ ഘട്ടത്തിൽ ഒമാനിൽ നിന്ന് അധികൃതർ നൽകുന്ന വിവരവും. ആദ്യഘട്ടത്തിലും ആദ്യം പുറത്തു വന്നിരുന്നത് ഈ ആക്രമണം നടന്ന ശേഷം വലിയ ആക്രമണമല്ല എന്നുള്ള വിവരമായിരുന്നു. പിന്നീടാണ് ആക്രമണം വലിയ ആക്രമണമാണ് എന്നുള്ള രീതിയിൽ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് അത്ര വലിയ ആക്രമണമല്ല. പക്ഷേ എന്തായാലും ഈ ദുഃഖം തുറമുഖത്തേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് ഒരേ സ്ഥലത്തേക്ക് തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണവും ഒപ്പം തന്നെ ഒമാനെതിരെയുള്ള ആക്രമണവും ആ നിലയ്ക്ക് കൂടി ഇതിനെ കാണുമ്പോഴേക്കും അതിന്റെ ഒരു പ്രസക്തി വളരെ വലുതാവുകയാണ്. എന്തായാലും ഒമാനെ ആക്രമിക്കുന്നത് നിർത്താൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അത് സമ്മർദ്ദതന്ത്രമായിട്ട് ഒമാനെ കൂടെ ചേർത്ത് തങ്ങൾക്ക് അനുകൂലമായ നിലയിലേക്ക് GCC രാജ്യങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണോ അതോ അതിനപ്പുറത്തേക്ക് ഒരു നിലവിട്ട രീതിയിലുള്ള ഒരു ആക്രമണമാണോ എന്നറിയില്ല. പക്ഷെ ഈ സൗദി അറേബ്യ ഒഴികെ, സൗദി അറേബ്യയിൽ രാവിലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒഴികെ ഈ രണ്ട് രാജ്യങ്ങൾ ഒഴികെ ബാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ആക്രമണം വലിയ തോതിൽ ഉണ്ടായിട്ടില്ല. രാവിലെ വെളുപ്പിനെ ഉണ്ടായ ആക്രമണം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ തോതിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഈ ആക്രമണ പരമ്പര ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദുബായ് അല്ലെങ്കിൽ UAE അവർ മുൻകരുതലുകൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്. ഈ നേരത്തെ ഈ ടൂറിസം സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തീരുമാനിച്ചിരുന്നു. അത് 2 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ആ നിലയിലേക്ക് കൂടുതൽ പ്രിക്കോഷണറി മെക്കാനിസംസ് എടുത്തുകൊണ്ട് പോവുകയാണ്. അതായത് 2 ദിവസത്തേക്ക് കൂടി എന്തായാലും ഇനി ഇത് തുറക്കാൻ ഈ പ്രധാനപ്പെട്ട വീണ്ടും ഡ്രോൺ ആക്രമണം, എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായി. അതിൽ ഒരു ഡ്രോൺ വീണു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ആക്രമണമാണ്. അപ്പോൾ ഇത് ആദ്യ ആക്രമണത്തിനേക്കാൾ തീവ്രമാണോ കുറവാണോ എന്ന കാര്യമൊക്കെ അറിവാവുന്നതേ ഉള്ളൂ. റഹീസ വാർത്തയുടെ വിവരങ്ങൾ പറയുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.